ഹലോ ഫ്രണ്ട്സ്, നന്ദൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസത്തേക്ക് എനിക്ക് പുതിയ റെസിപ്പി ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പുതിയ രീതിയിലുള്ള ഒരു വെജിറ്റബിൾ പുലാവാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അന്നേരം എല്ലാവരും എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അന്നേരം ഇതുവരെ കാണാത്തവർ കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ അതിലൊരു ചെറിയ കുഞ്ഞ് ബെൽ ബട്ടൺ വരും, അതും ക്ലിക്ക് ചെയ്യണം, ഓളും ക്ലിക്ക് ചെയ്യണം. അന്നേരം നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്, ഞാൻ ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഞാൻ കുതിർത്ത് അതൊന്ന് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ്. ഇത് ഉരുളക്കിഴങ്ങ്, സവോള, ഒരു മീഡിയം വലുപ്പത്തിലെ ഉരുളക്കിഴങ്ങാണ്. പിന്നെ ഒരു വലിയ സവാള, ചെറുതാണെങ്കിൽ 2 എണ്ണം, ഒരു പച്ചമുളക്, ബീൻസ് ഒരു 4 എണ്ണമൊക്കെ മതിയാവും. കാരണം ബസ്മതി റൈസ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 ഗ്ലാസ് ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. അതിനുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനീ പറയുന്നത്. ഇത് ചെറിയ 2 തക്കാളിയാണ്, വലുതാണെങ്കിൽ 1 എണ്ണം മതി. തക്കാളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കൂടുതൽ തക്കാളി ചേർക്കാം. പിന്നെ മല്ലിയില, ഇത് ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ്. പിന്നെ ക്യാരറ്റ്. പിന്നെ വേണ്ടുന്നത് ഇത് തൈരാണ്. ഒരു 2 ടേബിൾ സ്പൂണിന് 2 സ്പൂൺ തൈര് വേണം. പിന്നെ നമ്മുടെ മസാലക്കൂട്ടറിയാലോ, പെരുംജീരകം, ഇതിലൊരു 2-3 കുരുമുളക്, ഗ്രാമ്പു, തക്കോലം, 2 ഇത് ഏലക്ക ചതച്ചത്, കറുവപ്പട്ട. ഇതാണ് വേറെയുള്ളൊരു ഐറ്റം. പിന്നെ 2.5 സ്പൂൺ ഞാൻ നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഗരം മസാല. പിന്നെ ഞാൻ തന്നെ ആക്കിയ ഒരു ചെറിയൊരു മസാലക്കൂട്ടുണ്ട്, അതൊരു 1/2 സ്പൂൺ മതി. ഇത് നമ്മുടെ എല്ലാ മസാലകളും ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തതാണ്. അതിനൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഗരം മസാലയൊക്കെ ചേർത്തെന്ന് പറഞ്ഞാലും ഒരു മസാലയ്ക്ക് നമുക്കൊരു ഫ്ലേവർ അത്രയ്ക്ക് ആകുന്നില്ല. അതിന് കാരണമാണ് ഞാനത് തനിയെ വറുത്തൊന്ന് പൊടിച്ചെടുത്ത് നമ്മുടെ പെരുംജീരകവും മസാലക്കൂട്ടുകളെല്ലാം കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തതാണ്. എന്നിട്ട് നമുക്കിത് അടുപ്പിൽ വെക്കാം. ഞാനൊരു ചുവട് കട്ടിയുള്ളൊരു പാനാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. അല്പം വെള്ളം ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടായി വരട്ടെ. അല്ലെങ്കിൽ നമ്മൾ നെയ്യ് ഒഴിക്കുമ്പോഴത്തേക്ക് അതങ്ങ് പൊട്ടും. അങ്ങനെ പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് ആ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഒഴിക്കാം കേട്ടോ. ഞാനൊരു 2.5 സ്പൂണ് ഒഴിച്ചിട്ടുള്ളൂ, വലിയ സ്പൂണിന്. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതൊരു വലിയ കഷ്ണമായിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. അത് നമ്മൾ അരിയൊക്കെ അത് ഇടുമ്പോഴത്തേക്കും അത് വെന്ത് കുഴഞ്ഞു പോകും. അത് കാരണം അത് ഇച്ചിരി വലിയ കഷ്ണമായിട്ടാണ് ഇരിക്കുന്നത്. അതൊന്ന് നന്നായിട്ടൊന്ന് വാടട്ടെ. ആ നെയ്ക്കകത്തൊക്കെ കിടക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് മറ്റുള്ളതൊക്കെ ഇടാം.
ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ക്യാരറ്റ്, ക്യാരറ്റൊക്കെ ഇടുമ്പോൾ ഒരിച്ചിരി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കാണാനും ഭംഗിയാണ്. നല്ല കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ക്യാരറ്റ്. അവർക്കതെടുത്ത് കഴിക്കാനും പറ്റും. നമുക്കൊരു അല്പനേരം അടച്ച് വയ്ക്കാം. ഇത് വേവുള്ളതുകൊണ്ടാണ്. അത് നമുക്ക് അതിൻ്റെ മൂടിയെടുക്കാം. ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പം അതിലേക്ക് സവാളയും ബീൻസും പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. മൂടി വെക്കാം. കുറച്ച് നേരം കൂടെ മൂടി വെക്കാം. അപ്പം അതിൻ്റെ മൂടി എടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ആ മസാലക്കൂട്ടെല്ലാം കൂടെ അത് ചതയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളല്ലാതെ തന്നെ ഒരു മസാല ചേർക്കുന്നത് കൊണ്ടാണ്. ഒന്നുകൂടെ അതൊന്ന് റെഡിയായിക്കോട്ടെ. ഒന്ന് മൂടി വെക്കാം നമുക്കൊന്നുകൂടെ. അങ്ങനെ മൂടിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ തക്കാളിയും മല്ലിയിലേ ഇടാം. ഇത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയൊക്കെ തോന്നുന്നില്ലേ? ഇതിനെക്കാട്ടും ഭംഗിയാണ് നമ്മളിതെല്ലാം ആക്കി എടുക്കുമ്പോൾ. ഇതാണെങ്കിൽ പച്ചക്കറികളൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, ഭക്ഷണം ചോറൊക്കെ ഉണ്ണാൻ ബുദ്ധിമുട്ടെന്നുള്ള കുട്ടികൾക്കെല്ലാം ഇങ്ങനെ ആക്കി കൊടുത്താൽ അവർ തീർച്ചയായിട്ടും കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ്. അന്നേരം അമ്മമാരൊക്കെ ഇത് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ഗരം മസാലപ്പൊടി ഇടുകയാണ്. ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം
ഞാൻ തന്നെ ചെയ്ത മസാലപ്പൊടി എന്ന് പറഞ്ഞില്ലേ, അത് കൂടുതലൊന്നും ഇല്ല കേട്ടോ. അത് നമ്മുടെ മസാല കടയിൽ നിന്ന് എല്ലാ ആ കൂട്ടും കൂടെ മേടിച്ച് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ചെടുക്കുകയാണ്. അതിനൊരു പ്രത്യേക സ്മെല്ലും രുചിയും ഒക്കെയാണ്. അതിലേക്ക് 2 സ്പൂൺ തൈര്, ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതെല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്ത് വച്ചിരിക്കുന്ന ബസ്മതി അരി ഇടാം. ഇത് നമ്മുടെ ഇതേപോലുള്ള തവിയായിരിക്കും നല്ലത്. നമ്മൾ ആ സ്റ്റീലൊക്കെ ഇടുവാണെങ്കിൽ ചിലപ്പോൾ അരി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കഴിവതും നമുക്ക് ഇതേപോലെ വളരെ നല്ല വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. നമുക്കൊരു 2 മിനിറ്റ് ഇത് ഇങ്ങനെ തന്നെ ഒന്ന് അടച്ച് വയ്ക്കാം. അങ്ങനെ അത് ഇങ്ങനെ മൂടിയെടുത്ത് മാറ്റി അത് ചെറുതായിട്ടൊന്ന് പൊട്ടുന്ന പോലെ ഒരു ശബ്ദം കേൾക്കാം. അന്നത്തേക്ക് അതിനകത്തുള്ള വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയിട്ടുണ്ടാകും. നമുക്കതിനകത്തേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് 1.5 ഗ്ലാസ് അരിയായിരുന്നു ഞാൻ എടുത്തിരുന്നത്. 3 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കണം. ഉണ്ടോ? 1 2 3 നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതില്ലേ അത് നന്നായിട്ട് എല്ലായിടവും തിള വരുന്ന വിധത്തിൽ നമുക്ക് തീ ഒന്ന് കൂട്ടി കൊടുക്കാം. അതിലേക്ക് നമ്മൾ ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. നമുക്കിപ്പോൾ ആവശ്യമായ ഉപ്പും കൂടെ ഇതിനകത്ത് ചേർക്കാം. ഉപ്പ് നമ്മൾ പാകത്തിന് നോക്കിയെടുക്കണം. ലേശം ഒരു മുന്നിട്ട് നിൽക്കണം ഉപ്പ്. എന്നാലാണ് നമ്മൾ ഇത് വെന്തൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് റെഡിയാകത്തുള്ളൂ. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, ഇച്ചിരി കൂടെ ഇടാം. നമ്മുടെ പുലാവ് അങ്ങനെ തിളക്കട്ടെ അവിടെ ഇരുന്നു. അപ്പോൾ നമുക്കതിനുള്ള തൈര് അതിന് വയ്ക്കാനുള്ളതൊക്കെ നമുക്ക് റെഡിയാക്കാം. നമുക്കന്നേരം അതൊന്ന് പൊക്കാം. പൊക്കി നോക്കി അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ വയ്ക്കുക. അതായത് സിമ്മിലിടുക. ഇതാണ് ഇടയ്ക്കൊന്ന് നമുക്ക് എടുത്ത് നോക്കാം. അധികം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ലേശം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പാകമായിരിക്കും. ഒന്ന് ഇളക്കി നമുക്ക് കൊടുക്കാം. ഇടുന്നുണ്ടെന്നേരത്തേക്ക് വേക്കും. നമുക്കിത് തുറന്ന് നോക്കാം. ഇളക്കി നോക്കാം. ഇതൊരുമാതിരി റെഡി ആയിട്ടുണ്ട്. ഒരു അല്പം കൂടെ വെള്ളം പറ്റാനുണ്ട്.
അപ്പോൾ അതൊന്ന് ഇങ്ങനെ ഇളക്കിയിട്ടിട്ട് വളരെ പതുക്കെ ഇളക്കിയിടാവുള്ളൂ, അല്ലെങ്കിൽ ചോറ് ഇങ്ങനെ പൊട്ടിപ്പോവും. ഒന്നുകൂടെ ആ വെള്ളം ഒന്ന് അല്പം വറ്റാനുണ്ട്, അതുകൂടെ വറ്റിയിട്ട് നമുക്ക് ഇറക്കി വെക്കാം. ഒന്നുകൂടെ മൂടുക. നമുക്കത് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ പുലാവ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അത് തീ ഓഫാക്കിയേ. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ പുലാവൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് കണ്ടല്ലോ. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഞാനൊരു ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, അച്ചാർ, നാരങ്ങ അച്ചാർ, നമ്മുടെ ഒരു വെജിറ്റബിൾ സലാഡ്. അതിനകത്ത് നമ്മൾ ക്യാബേജ്, വെള്ളരിക്ക, തക്കാളി, പച്ചമുളക്, മല്ലിയില ഒക്കെ ചേർത്തതാണ്. ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇത് കഴിക്കാം. ഇതൊന്നും ഇഷ്ടമല്ല, ഇത് വെജിറ്റബിളിലാണെന്ന് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചിക്കനൊക്കെ വറുത്ത് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലതാണ്. ഇത് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അന്നേരം നമുക്കിനി വീണ്ടും പുതിയൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ശുഭദിനം.